ഗുഡ് മോർണിംഗ് ട്രഡേഴ്സ്. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. ശുഭദിനമായിരിക്കട്ടെ മാർക്കറ്റിൽ ഇന്ന് എന്ന് ആശംസിക്കുന്നു. കാരണം ട്രംപ് ഇന്നലെ 25% താരിഫ് ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തി. ഓഗസ്റ്റ് 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. 25% താരിഫ് മാത്രമല്ല, ഈ റഷ്യയായിട്ടുള്ള ക്രൂഡിൻ്റെ ഇടപാടിൽ പെനാൽറ്റി ചുമത്തിയേക്കാം എന്നുള്ള വാർത്തകളും ഉണ്ട്. ഇന്ത്യ ഇതിനെതിരെ ഒഫീഷ്യലായിട്ട് ഒരു ആൻസർ നൽകിയിട്ടില്ല. മേ ബി ചർച്ചകളെല്ലാം തന്നെ നടന്നേക്കാം. എന്നിരുന്നാൽ കൂടിയും നിഫ്റ്റി ഒരു 200 പോയിൻറ്റിൻ്റെ അടുത്ത് ഒരു ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരെ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് കണ്ടുവരാം. നിഫ്റ്റി 3.30 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇന്നലെ നമ്മളുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് 3.30 ആ 3.30 ശേഷം 5.30 ഈ ന്യൂസ് വന്നത്. 15 മിനിറ്റ് ക്യാൻഡിലാണ്. എക്സാക്റ്റ് ആ ന്യൂസ് വന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെ നിഫ്റ്റിയിൽ ഒരു വലിയൊരു ഫോൾ ഉണ്ടായി. വീണ്ടും തുടരെ ഇടിഞ്ഞ് 197 പോയിൻറ്റ്, ഓൾമോസ്റ്റ് 200 പോയിൻറ്റിൻ്റെ ഫോൾ ഉണ്ടായി. നിഫ്റ്റി നിൽക്കുന്നത് 24,665 എന്ന നിലയിലാണ് നിഫ്റ്റിയുടെ നിൽപ്പ്. അപ്പോൾ ഏകദേശം ഒരു 200 പോയിൻറ്റിൻ്റെ ഫോളാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടത്. ഇനി പ്രധാനമായിട്ട് ഇന്ത്യയിലുള്ള ഒരുപാട് കമ്പനീസിനെ ഇത് ഡയറക്റ്റായിട്ട് തന്നെ ബാധിക്കപ്പെടും. എസ്പെഷ്യലി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, ഗോകുൽദാസ് എക്സ്പോർട്ട്, വെൽസ്പൺ ലിവിങ്, ഇൻഡോ കൗണ്ട് ഇൻഡസ്ട്രീസ്, അതുപോലെയുള്ള കമ്പനീസാണ് ടെക്സ്റ്റൈൽസ്. US വിപണിയിൽ ഇന്ത്യക്ക് ഏകദേശം 6% ടെക്സ്റ്റൈൽ വിപണി പങ്കാളിത്തമാണുള്ളത്. ഇന്നലെ തന്നെ വെൽസ്പൺ ലിവിങ് ലിമിറ്റഡ് പോലെയുള്ള കമ്പനീസ് റിസൾട്ട് മോശമായിരുന്നു. ഈ ഒരു കാരണം, റിസൾട്ട് മോശമാണ്, രണ്ടും കൺസിഡർ ചെയ്തിട്ട് ഫോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും US നിന്ന് 2 ഇവൻ്റാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. USലെ GDP ഡേറ്റയും USലെ ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മീറ്റിങ്ങും. ഇതിൽ GDP ഡേറ്റ 3% ഗ്രോത്ത് US കൈവരിച്ചു. ഫെഡറൽ ഓപ്പൺ കമ്മിറ്റി മിനിറ്റ്സിൽ 4.25 ഇൻട്രസ്റ്റ് റേറ്റ് അൺചേഞ്ചായിട്ട് നിലനിർത്തി ജെറോം പവൽ. ഇതാണ് US നിന്നുള്ള വാർത്ത. ഇന്ത്യയുടെ വാർത്ത നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് കാണാം. ഗ്ലോബൽ മാർക്കറ്റിൽ നാസ്ഡാക്ക് 31 പോയിൻറ്റ് പ്ലസ്, ഡോ 171 പോയിൻറ്റ് ഇടിഞ്ഞു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് +68 ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പൊതുവെ മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സിലാണുള്ളത്. ഇത് നമ്മളുടെ നിഫ്റ്റിയുടെ സ്പോട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. ഇന്നാണ് നിഫ്റ്റിയുടെ എക്സ്പയറി, മന്ത്ലി എക്സ്പയറിയും കൂടിയാണ് ഉള്ളത്. 24,855 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് PCR 0.5 നിന്ന് 0.8 അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിരുന്നു. കൂടുതൽ ആളുകൾ 24,800 24,800 അവിടെ ഒരു ബ്ലാങ്ക് ബോക്സ് കാണാം. അത് പൊസിഷൻ കൂടുതൽ ആഡ് ചെയ്യപ്പെട്ടതാണ്. അതായത് പുട്ട് സൈഡിൽ കൂടുതൽ പൊസിഷൻ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇന്ന് ട്രബിൾ ആവാൻ സാധ്യതകളുണ്ട്. 25,000 മേജർ റെസിസ്റ്റൻസ് സോണായിട്ടൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതായത് ജസ്റ്റ് 200 പോയിൻറ്റ് എവേ ഫ്രം ദ സ്പോട്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള മാർക്കറ്റിലുള്ള ഒരു അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇന്ത്യ ഇതിനെതിരെ പ്രതികരിക്കണം. USൻ്റെ ഭാഗത്തു നിന്ന് ഇനി ഫർദറായിട്ട് ഒരു ചേഞ്ചസ് ഒന്നും വരാൻ സാധ്യതയില്ല. കാരണം യൂറോപ്യൻ യൂണിയൻ ഇത് തന്നെയായിരുന്നു അവസ്ഥ, ചൈന ഇത് തന്നെയായിരുന്നു അവസ്ഥ, ജപ്പാൻ മാർക്കറ്റ് മാത്രമാണ് ഒരു 20% താരിഫിൽ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ 3 രാജ്യങ്ങളിലും ഫർദറായിട്ട് ചേഞ്ചസ് US വരുത്തിയിട്ടില്ല. അപ്പോൾ ഫ്രണ്ടാണ് ഇന്ത്യ എന്ന് അവകാശപ്പെടുന്ന ട്രംപ്, എന്നാൽ താരിഫിൻ്റെ കാര്യത്തിൽ യാതൊരു ഫ്രണ്ട്ഷിപ്പും കാണിച്ചിട്ടില്ല. ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രധാന റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ടെസ്ലയുടെ കടന്നുവരവും റഷ്യയായിട്ടുള്ള ഓയിൽ ബിസിനസ് ഇന്ത്യ നിർത്തുകയും US നിന്ന് പ്രധാനമായിട്ടും ഈ ഡിഫൻസ് ഉപകരണങ്ങളൊക്കെ വാങ്ങുക എന്നുള്ളതാണ്. അത് നമ്മളുടെ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും ഇൻവോൾവ് ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് ഇന്ത്യ US തമ്മിലുള്ള ട്രേഡ് സോർട്ട് ഔട്ട് ആകുക എന്നുള്ളത് അതൊരു പെട്ടെന്ന് പരിഹരിക്കപ്പെടാൻ സാധ്യത ഇല്ലാത്തൊരു വിഷയം തന്നെയാണ്. കാത്തിരുന്ന് കാണാം. പുതിയ സ്റ്റോക്കിനുള്ള ന്യൂസിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം ഇന്ന് പ്രത്യേക ഒരു ദിവസമാണ്. വൈകിട്ട് 7 മണിക്ക് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് വിശകലനം ചെയ്യാം. താങ്ക് യു.